നീ ഇവിടെ എത്തിയില്ലല്ലേ? ഓക്കെ. എവിടെ വീട്ടിലാണോ അതോ എവിടെയാണോ? ട്രിവാൻഡ്രത്തല്ലേ നീ എത്തിയത്? ഒരു കാരണവശാലും ഒരു ഇന്റർവ്യൂ ഒരു മീഡിയയുമായിട്ടും കൊടുക്കാൻ പാടില്ല. അങ്ങനെ കുറച്ച് മുന്നേ സിബിൻ്റെ പ്രസ് മീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അഖിൽ മാരാർ ഉൾപ്പെടെ സിബിൻ്റെ അഡ്വക്കേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സിബിൻ അതിനകത്ത് നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നേരത്തെയൊക്കെ നമ്മൾ കേട്ടതാണ്. അതായത് സിബിൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറച്ച് പറയുകയും പിന്നെ നമ്മൾ കേൾക്കാത്ത കുറച്ച് കാര്യങ്ങൾ സിബിൻ കേൾപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു വോയിസ് ക്ലിപ്പൊക്കെ സിബിൻ പുറത്ത് വിട്ടിട്ടുണ്ട്. ആ സിബിൻ വോയിസ് പുറത്ത് വിട്ട ആളുടെ പേര് പക്ഷേ പറഞ്ഞിട്ടില്ല. ആ ആളുടെ ചാറ്റൊക്കെ സിബിൻ എടുത്ത് കാണിക്കുന്നുമുണ്ട്. അതായത് സിബിനെ ത്രെട്ടണിങ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് പോകാം. സിബിൻ്റെ ഇൻ്റർവ്യൂവിൽ സിബിൻ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോയിൽ നിന്ന് സിബിൻ പുറത്തായ സീൻ വരെ നമുക്കറിയാം. പക്ഷേ പുറത്ത് നടന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആർക്കും വലുതായിട്ട് അറിയത്തില്ല. ബിക്കോസ് നമ്മളൊക്കെ ആർക്കും തെളിവില്ല, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. സിബിൻ പറയണത് മാത്രമായിരുന്നു കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേട്ടത്. അപ്പോൾ സിബിൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് സിബിനെ ഹോട്ടൽ റൂമിലോട്ട് മാറ്റിയ സമയത്ത് ഏകദേശം 3 ദിവസം അടുപ്പിച്ച് ഹോട്ടൽ റൂമിൽ താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ഷോയിലുള്ള 3 പേര് വരികയും മെയിനായിട്ടുള്ള ആൾക്കാർ അവർ നിർബന്ധിച്ച് സിബിനെ കൊണ്ട് ടാബ്ലറ്റ് കഴിപ്പിക്കുകയും അതുമാത്രമല്ല ഈ പറയുന്ന സൈക്കാട്രിസ്റ്റ് ഡോക്ടർ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ വിചാരിച്ചിരിക്കുന്ന പുള്ളിക്കാരൻ നേരിട്ട് വന്ന് ഇവരെ കണ്ട് സംസാരിക്കുവാണെന്ന് ഒരിക്കലും അല്ല. അതൊരു വീഡിയോ കോൺഫറൻസിലൂടെ ആണ് വരുന്നത്. വീഡിയോ കോൾ മാത്രം ചെയ്തിട്ട് സംസാരിക്കുവാണ്. വീഡിയോ കോൾ ചെയ്തിട്ടാണ് സിബിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഈ ഒരു ടാബ്ലറ്റ് കൊടുത്ത് എന്നൊക്കെയാണ് പറയണത്. പക്ഷേ ഈ ടാബ്ലറ്റ് കഴിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടും സിബിനെ ഭയങ്കര നിർബന്ധിച്ച് ടാബ്ലറ്റ് കഴിപ്പിക്കുക, ഇതൊക്കെയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പം അതുമാത്രമല്ല, സിബിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അച്ഛൻ സുഖമില്ലാതെ കിടന്നിട്ട് പോലും അവർ ഇൻഫോം ചെയ്തിട്ട് സിബിനെ അറിയിച്ചിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, സിബിൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് ഈ പറയുന്ന ആൾക്കാർ പറഞ്ഞു സിബിന് സുഖമില്ലാത്ത വ്യക്തിയാണെന്നും സിബിന് ഷീസോഫീന എന്ന് പറയുന്ന അസുഖമാണെന്നും അങ്ങനെയൊക്കെയാണ് വീട്ടിൽ പറഞ്ഞതെന്നാണ് സിബിൻ പറയുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം സിബിൻ ഷോയിൽ നിന്ന് പുറത്തിറങ്ങുന്നു. പിന്നെ എയർപോർട്ടിൽ വന്ന് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു. അപ്പോൾ അവിടെ തൊട്ടുള്ള കാര്യങ്ങൾ ഞാൻ കേൾപ്പിക്കാം. എന്തായാലും ഒരുപാട് ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആണ് സിബിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ. നിങ്ങൾ ഇപ്പോൾ ഒരു ചാനൽസിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഷോയിൽ നിന്ന് പുറത്തു വന്നതാണ്, അല്ലാതെ സ്വയമേ വാക്കൗട്ട് ചെയ്തതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഈ ഷോയുടെ അധികൃതർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി അല്ലാത്തത് കൊണ്ടായിരിക്കാം ഞാൻ വീട്ടിൽ എത്തുമ്പോൾ തന്നെ എനിക്കൊരു കോൾ വന്നു. അതൊരു ത്രെറ്റ് കോൾ ആയിരുന്നു. അതായത് സിബിൻ മീഡിയയോട് സംസാരിക്കാൻ പാടില്ല, കോൺട്രാക്ട് വയലേഷൻ ആണ്, സിബിൻ അകത്ത് നടന്ന കാര്യങ്ങളൊന്നും പുറത്തു പറയരുത്, സിബിന് ഭാവി ഞങ്ങൾ നശിപ്പിക്കും, സിബിനി വലിയ ഭീമമായ തുക എനിക്ക് തരേണ്ടി വരും, ഞങ്ങൾക്ക് തരേണ്ടി വരും, അങ്ങനെ ഫൈൻ ചോദിച്ച് ഞങ്ങൾ സിബിന്റെ ജീവിതം ബുദ്ധിമുട്ടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ കോളും അതിന്റെ പുറകെ ഒരു വാട്സാപ്പ് ഓഡിയോ മെസ്സേജുമാണ് ഞാൻ പിന്നെ കാണുന്നത്. ആ വാട്സാപ്പ് ഓഡിയോ മെസ്സേജ് നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. ഓക്കെ. അപ്പം ഇതിൽ സിബിൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ത്രെട്ടണിങ് കോൾ വന്നു എന്നും പിന്നെ എനിക്കൊരു വാട്സാപ്പ് പേഴ്സണൽ മെസ്സേജും വന്നു എന്ന്. ഈ പേഴ്സണൽ മെസ്സേജ് എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു കാര്യത്തിൻ്റെ മെയിൻ ആള്. അതായത് ഈ ഷോയുടെ ഇടയിൽ നിൽക്കുന്ന ഒരു മെയിൻ ആളുടെ പേര് സിബിൻ പറഞ്ഞിട്ടില്ല. സിബിൻ പറയാത്ത റീസൺ എന്ന് പറഞ്ഞാൽ ഇതിപ്പം കോടതി കേസൊക്കെ ആയിട്ട് ഇരിക്കുവാണ്. അത് FIR ഇടുമ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ ഞാൻ ആളുടെ പേര് തരാം എന്നൊക്കെയുള്ള രീതി പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ആളാണ് ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുന്നതായിട്ടും ഈ സിബിന് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്, അതായത് ഇപ്പോൾ ഇപ്പോഴും പേഴ്സണലി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് ഈ ഒരു വ്യക്തി കാരണമാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ വോയിസ് ക്ലിപ്പിനകത്ത് സിബിൻ്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. വീട്ടിലാണോ അതോ എവിടെയാണോ? ട്രിവാൻഡ്രത്തല്ലേ നീ എത്തിയത്? ഓക്കെ. ഞാൻ എന്താ ഈ മെസ്സേജ് അയക്കണമെന്ന് പറഞ്ഞില്ല. ഒരു കാരണവശാലും ഒരു ഇന്റർവ്യൂ ഒരു മീഡിയയുമായിട്ടും കൊടുക്കാൻ പാടില്ല. എയർപോർട്ടിൽ വന്നപ്പോൾ തന്നെ എന്താ പറഞ്ഞതെന്ന് ഞാൻ കേട്ടു. അതിനെ ഒട്ടും വെള്ളച്ചേട്ടത് അവോയ്ഡ് ചെയ്യേണ്ടതായിരുന്നു. നാളെ ഒരു മീഡിയയോട് പോലും സംസാരിക്കാൻ പാടില്ല. വളരെ ക്ലാരിറ്റിയുടെ കോൺട്രാക്ട് ഉള്ളതാണ്. അതിന് ചെയ്തത് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആണ്. അങ്ങനെ ഒരു സംഗതി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ രീതിയിലേക്ക് വലിയ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സോ നിങ്ങളോട് പ്രത്യേകം പറയാൻ ഒന്നുകൂടെ, വളരെ സെൻസിറ്റീവ് ആണ്. ഒരു കാരണവശാലും ഒരു ഇന്റർവ്യൂ പാടില്ല കേട്ടോ. ഓക്കെ. നാളെ ഫ്രീ ആകുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാം. താങ്ക് യു. ഗുഡ് നൈറ്റ്. കേട്ടല്ലോ. അതായത് ഒരു ഇൻ്റർവ്യൂ കൊടുക്കാൻ പാടില്ല. നീ ഇപ്പം എയർപോർട്ടിൽ വന്ന് എന്തൊക്കെയോ സംസാരിച്ചെന്നറിഞ്ഞ് ഇനി അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നീ സംസാരിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നാണ് ഈ പറയുന്ന പുള്ളിക്കാരൻ പറഞ്ഞത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ അവിടെ നിന്ന് ഇറങ്ങിയ കണ്ടസ്റ്റൻസുകൾ എല്ലാവരും ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ആൾ എന്തുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ഇതുപോലെ പറയുന്നില്ല?
എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നില്ല? കാര്യം ഒരു കോൺട്രാക്ട് ഉണ്ടെന്നും പറഞ്ഞിട്ട് എന്ത് തന്തയില്ലാത്തവൻ കാണിക്കാന്നാണ് അതിൻ്റെ ഒരു മര്യാദ. അതായത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി ത്രട്ടണിങ് ആണ് അല്ലേ? അങ്ങനെയാണ് ഫീൽ ചെയ്യണത്. അത് മാത്രമല്ല സിബിൻ ഇതിനകത്ത് അവരുടെ കുറേ ചാറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കിയോടൊന്ന് കേട്ട് നോക്കാം. ഇതാണ് ഓഡിയോ. ഇതുപോലെ അദ്ദേഹം ഇതുപോലെ പല കോളുകളും, അതായത് ഇപ്പൊ എന്റെ ഒരു വീഡിയോ ബൈറ്റ് പുറത്തു വരികയാണെങ്കിൽ ആ വീഡിയോ ബൈറ്റ് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നിട്ട് അതിന്റെ പുറകെ ഒരു ഓഡിയോ സന്ദേശവും അതിന്റെ പുറകെ പുള്ളി എന്നെ ഒരുപാട് പ്രാവശ്യം വിളിക്കാറുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അദ്ദേഹത്തിന്റെ പേര് തൽക്കാലം ഞാൻ പുറത്ത് പറയുന്നില്ല. കാര്യം ഇതിന്റെ FIR രജിസ്റ്റർ FIRന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിൽ കിട്ടിയെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇമ്മീഡിയറ്റ്ലി. അതിന്റെ ആവശ്യമായിട്ട് ഞാൻ നാളെ ഇത് പോകുന്നുണ്ട് ചെന്നൈയിലേക്ക്. അത് കഴിയുമ്പോഴേക്കും FIR കോപ്പി കിട്ടും. അത് ഉറപ്പായും മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ ഡിജിറ്റൽ നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ FIRന്റെ കോപ്പി ഷെയർ ചെയ്യാം. അപ്പൊ അതിൽ ഇദ്ദേഹത്തിന്റെ പേര് കൃത്യമായിട്ട് ഉണ്ടായിരിക്കും. ഇത് ഞാനൊന്ന് കാണിക്കാം പുള്ളി എന്താണ് എനിക്ക് അയക്കുന്ന മെസ്സേജസ്. ഇവര് വാട്സാപ്പിൽ വിളിക്കാറുള്ളൂ കേട്ടോ. ഇവര് നോർമൽ കോൾ വിളിക്കാറില്ല. കാര്യം വാട്സാപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വോയിസ് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവര് എന്നെ വിളിക്കുന്നത് നോർമൽ കോൾ വിളിക്കാറില്ല, വാട്സാപ്പിലാണ് വിളിക്കുന്നത്. ഞാനൊന്ന് കാണിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഒരു ഷോയിൽ പോയിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ പറയാം. ഈ തമിഴ് ബിഗ് ബോസിലും ഇങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. അതായത് ഈ ചെന്നൈയിലുള്ള ഈ സെയിം സെറ്റ്, ഈ സെറ്റിൽ വെച്ചിട്ട് തന്നെയാണ് തമിഴ് ബിഗ് ബോസ് ഒക്കെ നടന്നിട്ടുണ്ടായെന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ ഒരുപാട് കേസസ് അവിടെ ഉണ്ടായിട്ടുണ്ടെന്നും അതിനകത്ത് സൂയിസൈഡ് കേസൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അതിനെ പറ്റിയിട്ട് ഒരു കണ്ടസ്റ്റൻറ്റ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പം ഞാനത് കണ്ടിട്ടില്ല. അത് മാത്രമല്ല, ഈ പറയുന്ന സിബിൻ കേസ് കൊടുക്കാനായിട്ട് ചെന്നൈ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ DGPക്കും ഇതിനൊക്കെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പം ഓൾറെഡി കേസ് കൊടുക്കാൻ പോയ സമയത്ത് തന്നെ അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. അതായത് ഓൾറെഡി ബിഗ് ബോസിനെതിരെ ഇവിടെ ഒരു 3-4 കേസുണ്ട്. ഓക്കെ, അത് മാത്രമല്ല അവിടുത്തെ SHO എങ്ങാണ്ട് വന്ന് പറഞ്ഞത് ബിഗ് ബോസിനെതിരെ ആണെങ്കിൽ ഇവിടെ പരാതി എടുക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് വന്ന് സംസാരിച്ചത് എന്നൊക്കെ സിബിൻ പറയുന്നുണ്ട്. എന്തായാലും ബാക്കിയിട്ടൊന്ന് കേട്ട് നോക്കാം. അപ്പൊ ഇത് എന്റെ ഒരു ഇന്റർവ്യൂ ബൈറ്റ് വരികയാണെങ്കിൽ ആ ഇന്റർവ്യൂ ബൈറ്റ് എനിക്ക് ഇങ്ങനെ എടുത്ത് അയക്കും. അതിന്റെ താഴെ ഒരു മെസ്സേജ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ബാക്ക് ടു ബാക്ക് ഇദ്ദേഹം ഫോൺ ചെയ്യും. കഴിയുന്ന കോൾസ് ഒക്കെ ഞാൻ ഇഗ്നോർ ചെയ്യാറുണ്ട്. എന്നാലും പുള്ളി ബാക്ക് ടു ബാക്ക് എന്നെ വീണ്ടും ഇതുപോലെ ഓരോ ഓഡിയോ മെസ്സേജ് അയച്ച് ത്രെറ്റനിങ് ഓഡിയോ മെസ്സേജസ് ആണ്. ഇത് ഞാൻ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ഇപ്പൊ പ്ലേ ചെയ്യാത്തത്. കാര്യം ത്രെറ്റൻ കേസും ഇതിന്റെ പുറകിലുള്ളത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഡിഫൻസ് സെറ്റ് ചെയ്യാതിരിക്കാനാണ് നമ്മൾ പ്ലേ ചെയ്തിരിക്കുന്നത്. ബാക്ക് ടു ബാക്ക് എന്റെ ഓരോ ഏതൊക്കെ മീഡിയ, ഇപ്പൊ ഞാൻ ഇത് ലുലു മോളിൽ കൊടുത്ത ഒരു ചെറിയൊരു ബൈറ്റ് ആണ്, അത് വെച്ച് വരെ എന്നെ ത്രട്ടൻ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ സംസാരിക്കാൻ? നീ 100ാമത്തെ ദിവസം നീ എന്ത് പറയും? എന്താണ് ചെയ്യാൻ പോണത്? നിനക്കൊരു ജീവിതമില്ലേ? അങ്ങനെ പറഞ്ഞ് പല രീതിയിലുള്ള ഇത്രയും ബാക്ക് ടു ബാക്ക് ഈ അടുത്ത ദിവസം ഞാൻ ടു ബി എക്സാക്ട് ഞാൻ ഈ മൂവി വേൾഡ് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന ദിവസം വരെയും ഇവരെന്നെ വിളിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷമാണ് ഇവരുടെ വിളി നിന്നത്. അപ്പൊ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ത്രെറ്റനിങ് കോൾസ് അത് എനിക്ക് മാത്രമല്ല എന്റെ ചുറ്റുമുള്ളവരെ വിളിക്കാറുണ്ട്. എന്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറയുന്നത് സിബിനൊരു ജീവിതമില്ലേ, അവനോട് പറഞ്ഞ് മനസ്സിലാക്കണം, അവനെ ഞങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ഷോയുടെ ഭാഗമായിട്ട് അവിടെ ചെന്നിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അവൻ്റെ അനുഭവങ്ങളാണ് ഷെയർ ചെയ്യണത്. അതിന് നിങ്ങൾ അവനെ ഈ പറയുന്ന പോലെ ത്രെട്ടൻ ചെയ്യുന്നു, മറ്റേ ചെയ്യും, മറിച്ച് ചെയ്യുമെന്ന് പറയാൻ നീയൊക്കെ ആര്? നിനക്കൊക്കെ ആരാണ് അതിനുള്ള ലൈസൻസ് തന്നത്? അത് മാത്രമല്ല, ഈ ഒരു ഷോ ഡയറക്ടറിനെയാണ് മെയിനായിട്ട് പറയണത്. വീക്കെൻഡ് ഡയറക്ടർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ പുള്ളിക്കാരനെ പറ്റിയിട്ടാണ് പറയണതും ആ പുള്ളിയുടെ വോയിസ് ആണ് ഇതെന്നാണ് പറയുന്നത്. പക്ഷേ സിബിൻ അത് ഒരിക്കലും പേര് പറയുന്നില്ല. എന്തുകൊണ്ട് പേര് പറയുന്നില്ല എന്ന് സിബിൻ പറയുമ്പോഴത്തേക്ക് നിയമങ്ങളുണ്ട്, അതാണ് ഇതാന്നൊക്കെ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊക്കെ പറയണമായിരുന്നു, പേരുൾപ്പെടെ എടുത്തു വെച്ച് പറയണമായിരുന്നു. അതായിരുന്നു ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ എത്രത്തോളം ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് പേരും പറയാതെ ഇങ്ങനെ നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. അത് മാത്രമല്ല, ഇതിങ്ങനെ സിബിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടിന്യൂസ്ലി പറയാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ പതുക്കെ ഇത് അക്സെപ്റ്റ് ചെയ്യാതെ വരും. ഇതങ്ങ് കണ്ട് അങ്ങ് ആൾക്കാർ അങ്ങ് അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. അതവ എവിടെ കിടന്ന് പറഞ്ഞിട്ടെന്നുള്ള രീതി. പക്ഷെ സിബിൻ ഇനിയെങ്കിലും ഉള്ള സത്യങ്ങളും കാര്യങ്ങളും ആൾക്കാരുടെ പേര് ഉൾപ്പെടെ പെടുത്തിയില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ചെയ്തവന്മാർ, ഈ പോക്കൃത്തരങ്ങൾ കാണിച്ചവന്മാർ രക്ഷപ്പെടുന്ന ഒരു കാര്യമാണ് കാണുന്നത്. അവന്മാർ വീണ്ടും പഴയതുപോലെ ഇതുപോലെ ഇനിയും വേറെ കണ്ടസ്റ്റൻസുകൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? മേ ബി ഇനിയുള്ള കണ്ടസ്റ്റൻസ്, വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ വന്ന് റിയാക്ട് ചെയ്യാൻ ചിലപ്പോൾ ധൈര്യമില്ലാത്ത ആൾക്കാരായിട്ടും വരും, അല്ലേ? അങ്ങനെ ഇനി ഇങ്ങനൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് മെയിനായിട്ട് നോക്കേണ്ടത്. ബാക്കിയൊന്ന് കേട്ടുക. ഇദ്ദേഹത്തിന് എൻ്റെ അടുത്ത് ദേഷ്യം വരാനുള്ള കാര്യം, ഇദ്ദേഹം തന്നെ എനിക്ക് ഒരു നിശ്ചിത ഫീസ് ആദ്യം ഈ പേയ്മെന്റ് തീരുമാനിച്ചിരുന്നു, ഒരു എമൗണ്ട് തീരുമാനിച്ചിരുന്നു. അതിന്റെ 50% ഇദ്ദേഹത്തിന് കൊടുത്താൽ മാക്സിമം ദിവസം എന്നെ അവിടെ നിർത്തി തരാമെന്ന് ഇയാൾ പറഞ്ഞിരുന്നു.
ഇതാണ് നിന്റെ പേയ്മെന്റ്, ഒരു തുക പറഞ്ഞിട്ട് അതിന്റെ പകുതി പൈസ തരാമെങ്കിൽ മാക്സിമം ദിവസം സിബിനെ അവിടെ നിർത്തിത്തരാം എന്നോട് പറഞ്ഞു. എന്നോട് പറഞ്ഞത് ഞാനത് പറ്റില്ല, അത് അങ്ങനെ സാഹചര്യമില്ല, അതിന്റെ ആവശ്യമില്ല സാർ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ എന്റെ പേയ്മെന്റ് ഇവര് വളരെ ഏറ്റവും മിനിമം പേയ്മെന്റിലേക്ക് ഇവർ എത്തിച്ചു. പിന്നെ ആ സമയത്ത് ഞാൻ കയറുന്ന കാര്യങ്ങൾ കൺഫേം ആയതുകൊണ്ടും മറ്റു കാര്യങ്ങൾ ഉള്ളതുകൊണ്ടും ഞാൻ എന്താണ് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയി ഒരുപാട് തുക ഈ ഷോയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് പോയി. അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് കയറി ഷോ കണ്ടിന്യൂ ചെയ്തതാണ്. അപ്പം ഇദ്ദേഹം ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ത്രട്ടൻ കോൾസ് ഉണ്ട്. അതിൽ ഒരു കോള് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു കോളിൽ പുള്ളി കൃത്യമായി പറയുന്നുണ്ട്, നീ അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഞങ്ങളത് വീക്കെൻഡ് എപ്പിസോഡിൽ കാണിച്ച് ഒരു ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് കൂടി ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇതായിരുന്നു ഉണ്ടായിരുന്ന ത്രെറ്റ്. ഈ ഷോയിൽ കയറുമ്പോഴത്തേക്ക് പെർ ഡേ ഓരോരുത്തർക്ക് ഓരോ പേയ്മെന്റ് ഉണ്ട്. ആ പേയ്മെന്റിന്റെ പകുതി 50% ഈ പറയുന്ന പുള്ളിക്കാരന് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം നാളെ അവിടെ നിലനിർത്താൻ പറ്റും, അത്രത്തോളം നാളെ നിലനിർത്തുമെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആൾക്കാരെ ലിറ്ററലി മൂഞ്ചിക്കുക, അത്ര ഞാൻ പറയത്തുള്ളൂ. അതായത് ആൾക്കാർ വോട്ട് ചെയ്യുന്നവരും ഓരോ ഫേവറേറ്റ് കണ്ടസ്റ്റൻസുകൾ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഓരോരുത്തർ പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒക്കെ സത്യം പറഞ്ഞാൽ ജനങ്ങൾ മണ്ടന്മാരാകുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. കാര്യം ഒരാളുടെ കയ്യിൽ നിന്ന് കയറുമ്പോഴത്തേക്ക് അതിൻ്റെ പെർസെൻറ്റേജ് മേടിക്കുക, അതിൻ്റെ ആവശ്യം എന്താണ്? മേ ബി എനിക്ക് തോന്നുന്നു ഈ പറയുന്ന എൻ്റെ മോൾ ഷൈൻ എന്ന് പറയുന്ന അവർക്ക് മേ ബി കാര്യമൊന്നും അറിയത്തില്ലായിരിക്കും. ഏഷ്യാനെറ്റിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. അപ്പം ആ ആൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ ഒരു പക്ഷേ എൻ്റെ മോൾ ഷൈൻ എന്ന് പറയുന്ന ആ ഒരു ടീം അറിയത്തില്ലായിരിക്കും. അവരവിടെ നിന്ന് പേയ്മെൻറ്റ് കൊടുക്കുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് നിനക്ക് ഞാൻ ഇത്ര തരുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ നിനക്ക് ഇത്ര തരാം, നീ എനിക്ക് പകുതി തരണം, എങ്കിൽ നിന്നെ ഞാൻ കയറ്റാൻ പറ്റൂ, അല്ലെങ്കിൽ നിന്നെ എനിക്ക് നിലനിർത്താൻ പറ്റൂ എന്നൊക്കെ അവർ പോലും അറിയാതായിരിക്കുമെന്ന് പറയണത്. ഇവനൊക്കെ എന്ത് വിവരം ഉണ്ടെന്ന് ആലോചിച്ച് നോക്ക്. ഇവനൊക്കെ ആരാണ് ഇതിനൊക്കെ സത്യം പറഞ്ഞ റൈറ്റ്സ് കൊടുത്തത്? എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കും. ഈ പറയുന്ന കേരളത്തെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ എന്നും പറഞ്ഞിട്ട് ലാലേട്ടനെ പോലെ ഒരു മഹാനടനെ വെച്ചിട്ട് ഈ പരിപാടി കാണിക്കുന്നത്. ഇത് ഒരാളുടെ ജീവിതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കുന്നതിന് തുല്യമാണ് അവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ത്രെട്ടണിങ് ആയിട്ടുള്ള സിബിന് കോളുകൾ വരുന്നു. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ഇത് ഈ കാര്യം ഒരു കോൺട്രാക്ട് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് ഒരാളെ പോയിട്ട് ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ ചെയ്യുക, നമ്മുടെ എന്താ പറയണ്ട, നമുക്ക് നമ്മുടെ ഒരു സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് സംസാരിക്കാനും എടുക്കാനും ഒക്കെ ഉള്ളത്. ആ ഒരു സ്വാതന്ത്ര്യം പോലും ഇല്ലാതെയാക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് ബേസിക്കലി ഇത് ഫീൽ ചെയ്യണത്. ചില വാക്കിയോടെ കേട്ട് നോക്കാം. അപ്പൊ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു വീഡിയോ കോളിൽ വന്ന് ഒരു ഡോക്ടറിനെ മനസ്സിലാക്കി എനിക്ക് സ്കീസോഫ്രീനിയാണെന്ന് പറയാൻ മാത്രമുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു അസുഖമാണോ ഇതെന്ന് തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ആ രീതിയിൽ വരെ ഇദ്ദേഹം എന്നെ ത്രട്ടൻ കോൾ ചെയ്തിട്ടുണ്ട്. എന്റെ വീട്ടുകാരെ ഇദ്ദേഹം ഇവരാരും കൃത്യമായി ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല. അങ്ങനെ ബാക്ക് ടു ബാക്ക് ത്രെറ്റ് വന്ന് അവസാനം നിവൃത്തിയില്ലാതെയാണ് ഞാൻ ഇതൊരു നിയമപരമായി നേരിടാം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്ന് നിയമോപദേശം കൃത്യമായി ലഭിച്ചു. അതിന്റെ പേരിലാണ് ഞങ്ങൾ കേസ് കൊടുക്കാനായിട്ട് തമിഴ്നാട്ടിൽ പോയത്. ഞങ്ങൾ തമിഴ്നാട്ടിൽ ചെന്ന് ഇതിന്റെ കൺസേൺ സ്റ്റേഷനായ നസറത്പട്ട് സ്റ്റേഷൻ അവിടെ ഞങ്ങൾ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ തന്നെ ഞങ്ങളെ പരാതി അവർ സ്വീകരിച്ചില്ല. ആ SHO കൃത്യമായി ഇവരുടെ കൺട്രോളിലാണ് ആ സ്റ്റേഷൻ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഞങ്ങൾ എത്തി ഞങ്ങളുടെ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് ഇത് ഏത് ഷോയാണ്, ഇത് ഏത് ചാനലാണെന്ന് ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ SHO കാണാൻ വന്നത്. കാണാൻ വന്ന അദ്ദേഹം പറഞ്ഞത് പരാതി സ്വീകരിക്കില്ല, പരാതി എടുക്കില്ല. അതായത് പൈസ വേറെ ഒന്നുമല്ല, ലിറ്ററലി മണി. കാര്യം ഈ ബിഗ് ബോസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു കേസും കാര്യങ്ങളും അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരാരും സ്വീകരിക്കത്തില്ല, അവരെടുക്കത്തില്ല. കാര്യം എന്താണ്, അവർക്ക് അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്, അറിയാമല്ലോ, അവർക്ക് അത്രയും പൈസയുണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒരു സാധാരണക്കാരൻ അവിടെ ചെന്നിട്ട് നമ്മുടെ പരാതികൾ പറഞ്ഞാൽ അവരെടുക്കത്തില്ല. അതാണ് അതിൻ്റെ ഒരു രീതി. എന്തായാലും കൊള്ളാം കേട്ടോ. അപ്പോൾ ഈ ഷോയിലോട്ട് പോകുന്ന ഓരോരുത്തർക്കും നാളെ ഇങ്ങനെയൊന്നും അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം. കാര്യം ഇത്രയും വലിയൊരു ഷോ, കാര്യം ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഷോ എന്ന് അങ്ങനെ തന്നെ പറയാം. ഇത്തരം തട്ടിപ്പുകളൊന്നും കഴിവതും ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അപ്പം അദ്ദേഹം ഇതിന്റെ നിയമവശങ്ങൾ പറഞ്ഞ് പരാതി സ്വീകരിച്ച് റെസീപ്റ്റ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തരാൻ പറ്റില്ല, നിങ്ങൾ വേണമെങ്കിൽ DGPക്ക് പരാതി കൊടുത്തെന്ന് പറഞ്ഞു, ACPക്ക് പരാതി കൊടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നീതി കിട്ടില്ലെന്ന് മനസ്സിൽ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും ഒരു ഇന്നോവ കാർ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഇന്നോവ കാർ ഫോളോ ചെയ്യുന്നു. അപ്പൊ ഫോളോ ചെയ്യുന്ന മനസ്സിലാക്കി തൊട്ടടുത്തുള്ള ഒരു കോടതിയിലേക്ക് ഞങ്ങൾ വണ്ടി കയറ്റി. അടുത്ത മജിസ്ട്രേറ്റിനെ കാണാനായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അവിടെ എത്തിയപ്പോൾ ആ വണ്ടിയിൽ നിന്ന് വന്ന 4 പേരുണ്ടായിരുന്നു. അതിൽ ഒരാളെ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അയാളുടെ പേര് ജീവ എന്നാണ്. ഈ ജീവ എന്ന് പറയുന്നത് എന്റെ മോൾ ഷൈൻ്റെ ഒരു സ്റ്റാഫാണ്. ഫോട്ടോ കാണിക്കുന്നില്ല, ഫോട്ടോ എന്റെ കയ്യിലുണ്ട്, അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും ഒക്കെ എന്റെ കയ്യിലുണ്ട്. ജീവയാണ് എന്നാണ് അയാളുടെ പേര്. അയാൾ എന്റെ മോളുടെ സ്റ്റാഫാണ്. അയാളെ ഞാൻ നേരിട്ട് അങ്ങോട്ട് പോയി ഞാൻ സംസാരിച്ചു, എന്താണ് ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി വേറൊരു കള്ളം പറഞ്ഞത്. കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി. ആ സമയത്ത് ആ കോടതിയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അതായത് കേസ് കൊടുക്കാൻ പോയപ്പം പോലും ഇവരുടെ ഒരു ടീം ഫോളോ ചെയ്ത്
സിബിൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എടുക്കുന്നത് നോക്കുന്നത്. എന്തുവാടേ പറയുന്നത്, ഗുണ്ടായിസം കാണുകയാണോ, എന്ത് സിനിമ സ്റ്റൈൽ കാണിക്കുകയാണോ, അതായത് ഫോളോ ചെയ്ത് പോവുക, അവരെ എന്തൊക്കെയാണെന്ന് നോക്കുക. ഇത് സത്യം പറയാമല്ലോ, ഇതിനെതിരെ എഗെയിൻസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഒരാളുടെ ലൈഫ് വെച്ചിട്ടുള്ളൊരു കളിയാണ്. നാളെ സിബിൻ ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരവാദിത്വം പറയേണ്ടി വരും. കാര്യം സിബിൻ വന്ന് പച്ചയായിട്ട് എല്ലാ കാര്യങ്ങളും വന്ന് വിളിച്ച് പറയുവാണ് സിബിൻ സംസാരിച്ച കാര്യം പറ്റി. അതിൻ്റെ താഴെ പോയി കുറേ വിവരം കെട്ട നാറികൾ പോയിട്ട് സിബിന് വട്ടാണ്, ഇവൻ പറയുന്നത് വിശ്വസിക്കരുത് എന്നൊക്കെ പറയുന്നവന്മാർക്ക് ഒന്നും മൂളയില്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ. ഒരു ബോധമില്ലാത്തവന്മാർ ഇപ്പോഴും എന്തോ വലിയ സംഭവമാണെന്നും പറഞ്ഞിട്ട് ബിഗ് ബോസ് എന്നും പറഞ്ഞിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാർ ഈ ഒരു സൈഡും കൂടെ കേൾക്കുക. നമുക്ക് എല്ലാവർക്കും ഷോ ഇഷ്ടമാണ്, പക്ഷേ ആ ഷോയിൽ ഇത്തരം ഉടായ്പകൾ കാണിക്കാതിരിക്കുന്നതാണ് വൃത്തി. അതായത് ആ ഷോയെ നമുക്ക് വീണ്ടും ആ പഴയ ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഇനി തിരിച്ചു വരണമെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കാതിരിക്കും. ഇപ്പം തന്നെ നമുക്ക് നോക്കാം, ഈ പറയുന്ന ടോപ്പ് 5 തന്നെ ഈ പറയുന്ന സിജോ ഒക്കെ ഡിസേർവിങ് ആയിരുന്നു. സിജോ ഒക്കെ വരണ്ടായിരുന്നു. സിജോയ്ക്ക് ആ അടിയും കിട്ടി. സിജോയ്ക്ക് ഒരാഴ്ചത്തോളം വാ തുറന്ന് സംസാരിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. അകത്ത് വന്ന് സിജോയുടെ ഒരുപാട് കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. സിജോ അതിനകത്ത് സംസാരിക്കുന്നത് എടുക്കുന്നത് സിജോയുടെ പറയുന്ന മെയിനായിട്ടുള്ള സംഭവങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ഷോയും കൊണ്ട് ഇവർ എന്തുവാണ് ഉദ്ദേശിക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഈ പറയുന്ന സിജോയെ തന്നെ തിരിച്ച് കയറ്റിയത് ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. കാര്യം അവിടെ അല്ലെങ്കിൽ കേസും കാര്യങ്ങളും എല്ലാം ഓൾറെഡി പോയതിൻ്റെ പേരിലായിരിക്കും ഈ പറയുന്ന സിജോയെ തിരിച്ച് കയറ്റിയത്. അല്ലെ സിജോയുടെ അവസ്ഥ ഏകദേശം ഇതൊക്കെ തന്നെ ആയി വന്നേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സിബിൻ കൊടുത്ത ഈ കേസിൻ്റെ അഡ്വക്കേറ്റ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഈ കോൺട്രാക്ട് കൊടുത്തതിനെ പറ്റിയിട്ടും കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. ആ കോൺട്രാക്ട് ആദ്യം നമ്മൾ വേണ്ടത് ലോഫുൾ കോൺട്രാക്ട് ആയിരിക്കണം. ഒരിക്കലും ഒരു അൺലോഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്റ്റിൽ നമുക്ക് ഏർപ്പെടാൻ പറ്റില്ല. അത് അബ്യൂഷ്യൽ വോയിഡാണ്. അത് തുടങ്ങിയ സമയം ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട സമയത്ത് തന്നെ അത് വോയിഡാണ്. അതായത് ഇദ്ദേഹത്തിന് ഒരു ഹോട്ടൽ മുറിയിൽ 3 ദിവസത്തോളം, അതായത് 4 ദിവസം അടുപ്പിച്ച് ഇയാളെ കൂട്ടിയിടുക. ആ 167 CRPC പ്രകാരം നമ്മളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്താൽ പോലും നമ്മുടെ അടുത്ത സുഹൃത്തിനെയോ നമ്മുടെ ബന്ധുവിനെയോ ഈ വിവരം അറിയിക്കണമെന്നുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇയാളെ 3 ദിവസത്തിന് മുകളിൽ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. അയാളെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല, അയാളെ സുഹൃത്തുക്കളെ അറിയിച്ചിട്ടില്ല, ഇയാൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിനുപരി ഇയാൾക്ക് സൈക്കാട്രിക് ഡ്രഗ് കൊടുക്കുകയാണ്. വീഡിയോ കോളിലൂടെ മാത്രം വന്ന് ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ ഒരാള് പ്രോപ്പർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇവർക്ക് കൊടുക്കുന്ന ടാബ്ലറ്റ് ശ്രദ്ധിച്ചാൽ മതി. അതായത് ആ ടാബ്ലറ്റ് മാത്രമായിട്ടാണ് കൊടുക്കുന്നത്. അതിന്റെ പിന്നിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അതായത് 3 ദിവസത്തോളം ഒരിടത്ത് അടച്ചിട്ടിട്ട് വീട്ടുകാരെ പോലും ഇൻഫോം ചെയ്യാതെ ഓരോ ഈ പറയുന്ന മെഡിസിൻസ് കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ നാളെ ഒരു കാലത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരും ഉത്തരവാദിത്തം പറയും. അതായത് ആ കൊടുക്കുന്ന ടാബ്ലറ്റിൻ്റെ പേര് പോലും ഇല്ലാതെയാണ് കൊടുക്കുന്നതെന്നാണ് പറയണത്. ഒന്നും പറയാനില്ലടേ, എന്തുവന്നടേ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസൊക്കെ നല്ല രീതിയിൽ പോലീസുകാരെ ഏറ്റെടുത്തിട്ട് അത് ടേക്കപ്പ് ചെയ്യണം. ടേക്കപ്പ് ചെയ്തിട്ട് ഈ കാണിക്കുന്ന ഉടായ്പ പഠിച്ചാൽ 3 അവന്മാരൊക്കെ ഉണ്ടെന്ന് പറയുന്നില്ല, അവന്മാരൊക്കെ എടുത്ത് വലിച്ച് പുറത്തിടണം. അവന്മാർ ഈ കാണിക്കാൻ തന്തയില്ലാത്തരമാണെങ്കിൽ അവന്മാർക്കിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർക്കിട്ടാണ് നല്ല രീതിയിൽ കൊടുക്കേണ്ടത്. ഈ ഷോയ്ക്ക് എഗെയിൻസ്റ്റ് കൊണ്ടുവന്ന് കേസ് കൊടുക്കാതെ ഈ പറയുന്ന ഓരോ വ്യക്തികൾക്കും പേരിൽ കേസ് കൊടുക്കണം. കൊടുത്തിട്ട് അവന്മാരുടെ ഫോട്ടോസ് ഉൾപ്പെടെ എടുത്ത് റിവീൽ ചെയ്യണം. അതാണ് ശരിക്കും ഇത് കാണിക്കേണ്ടത്. ഇതിപ്പം നമ്മൾ ഒന്നും കാണിക്കാതെ എത്ര നാളിങ്ങനെ ഹൈഡ് ചെയ്തിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഹൈഡ് ചെയ്യും തോറും ഈ പറയുന്ന പോലെ ഇവർ വീണ്ടും വീണ്ടും ഓരോന്നിങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. ബാക്കി പല മത്സരാർത്ഥികളും അങ്ങനെ തന്നെ. ഇപ്പൊ സിജോ 3 ആഴ്ചയോളം അവരുടെ കസ്റ്റഡിയിലായിരുന്നു, അവരുടെ ട്രീറ്റ്മെന്റിലായിരുന്നു. ഇത് പോകുന്നതിന് മുമ്പ് നമുക്ക് അറിയാവുന്ന കാര്യമില്ല, ഇങ്ങനെ ഒരു ക്രൈസിസ് വന്നാൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. സിജോയുടെ വീട്ടുകാരെ ബന്ധപ്പെടാനും വീട്ടുകാരുമായിട്ട് ഇടപെടാനും സിജോനെ സമ്മതിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കൂട്ടി കൺസ്ട്രക്ട് ചെയ്തതല്ല, അദ്ദേഹം ഹോസ്പിറ്റലിൽ എന്നൊരു ഹോട്ടൽ മുറിയിലാണല്ലോ. സിജോയ്ക്ക് ഇതുപോലെ സംഭവിച്ചപ്പം സിജോയുടെ കൂടെ അത്യാവശ്യം വീട്ടുകാരൊക്കെ വന്ന് ഇടപെട്ട് സംസാരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, സിജോയുടെ വേറൊരു കേസാണ്. സിജോയുടെ ഈ പറയുന്ന താടി എല്ല് പൊട്ടിയൊരു കേസാണ്. ആ എല്ല് പൊട്ടുമ്പോഴത്തേക്ക് അത് തീർച്ചയായിട്ടും ഒരാളുടെ ബൈസ്റ്റാൻഡർ എന്തായാലും വേണം. അല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പറയുന്ന ആഹാരം കഴിക്കാനും എടുക്കാനും. ഇപ്പം സിജോയുടെ ഭാഗത്ത് നിന്ന് ഈ പറയുന്ന വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഇവന്മാരുടെയൊക്കെ ഉടായ്പ് കാരണം ഈ പറയുന്ന സിജോയുടെ അവസ്ഥ എന്തോ ആയനെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം തന്നെ ആ സിജോയ്ക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹിച്ചു പോയൊരു പ്ലാറ്റ്ഫോമാണ്. എന്നിട്ടാണ് ഈ സിജോയ്ക്ക് അപ്പം ആദ്യം വഴിയിൽ ഇറങ്ങിപ്പോകുന്ന പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു വിഷമം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും. സിബിൻ എന്തുമാത്രം ആഗ്രഹിച്ച് കിട്ടിയൊരു പ്ലാറ്റ്ഫോമാണ്. എന്നിട്ട് സിബിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ക്വിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ ഡിസിഷൻ എടുത്തത് തന്നെ സിബിൻ മണ്ടത്തരമായിട്ട് തന്നെ ഞാൻ ഒന്നും പറയുന്നുണ്ട്. പിന്നെ സിബിന് പുറത്ത് വന്നപ്പം സിബിൻ ഫേസ് ചെയ്ത കാര്യങ്ങളാണ്
നമ്മുടെ അടുത്ത് കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇത്രയും കള്ളത്തരങ്ങളും കാര്യങ്ങളും അതിൽ നടക്കുന്നുണ്ട്. സിബിൻ വ്യക്തമായിട്ട് തെളിവുകൾ ഉൾപ്പെടെ സിബിൻ്റെ ഭാഗത്തുള്ളത് എടുത്തു വെച്ച് കാണിക്കുന്നുണ്ട്. ഇനി ഇത് കണ്ടിട്ടും സിബിൻ പറയണത് തള്ളത്തരമാണ്, സിബിന് തലയ്ക്ക് ഭ്രാന്താന്ന് നടക്കുന്നവരത്തൊന്നും എനിക്കൊന്നും പറയാനില്ല. അവർക്ക് ബോധമില്ലെന്നേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു കാര്യത്തിൽ. പിന്നെ സിബിൻ എന്ത് കേസൊക്കെയാണ് ഈ ഷോയ്ക്കെതിരെ കൊടുത്തതെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കേട്ടുനോക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് കംപ്ലൈന്റ് അഗെയിൻസ്റ്റ് മലയാളം ബിഗ് ബോസ് സീസൺ 6 ഫോർ ക്രിമിനൽ കോൺസ്പിറസി, human rights violation, wrongful confinement, wrongful restraint, criminal intimidation, cheating and dishonesty, defamation, negligent act likely to spread infection or disease dangerous to life, criminal conspiracy, violation of medical ethics and concern, violation of Drugs and Cosmetic Act 1940. ഓക്കെ, അപ്പോൾ സിബിൻ DGPക്കും എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ അതിനകത്ത് ഒരുപാട് വയലേഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കാൻ മനസ്സിലാക്കാൻ പറ്റും. അപ്പം എന്തായാലും സത്യങ്ങൾ എന്നായാലും പുറത്ത് വരട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. കാര്യം ഇത് വീണ്ടും വീണ്ടും ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതിനെക്കാട്ടും നല്ലത് ഉമ്മാരുടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് പുറത്തിടുക പറ്റുവാണെങ്കിൽ ഇമാരെയൊക്കെ നേരിട്ട് കിട്ടി രണ്ടെണ്ണം പൊട്ടിക്കുക, അത്രയേ ഉള്ളൂ. അതാണ് ചെയ്യേണ്ടത്. ഇമാർ ആരാണ് എന്താണെന്ന് അറിയാതെ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നവർ പോലും അത്ഭുതപ്പെടുക, ആരായിരിക്കും എന്തായിരിക്കും. കുറേ പേര് ഈ ഷോ ഡയറക്ടറിൻ്റെ പേര് പറയുന്നു, വേറെ ആൾക്കാരുടെ പേര് പറയുന്നു. ഇതൊന്നും സത്യം പറഞ്ഞ ക്ലാരിറ്റി ഇല്ല. ഉള്ള കാര്യം പറയാമല്ലോ, ആളുടെ ഫോട്ടോയും ആളുടെ എക്സാക്ട് നെയിമും വെച്ചിട്ട് ആരാണ് എന്ന് പറയുക. അണ്ടിൽ ആൻഡ് അൺലെസ് അത് പറയാത്തിടത്തോളം കാലം ഈ പറയുന്ന കാര്യങ്ങളിനകത്തോട്ട് എത്രത്തോളം വില പോകുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.